ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മൾ ഫുക്കറ്റിലെത്തിക്കഴിഞ്ഞ് നമ്മളെ വെയിറ്റ് ചെയ്ത് നമ്മുടെ ഏജൻസിയുടെ 2 വണ്ടി ഉണ്ടായിരുന്നു. അതിൽ കയറി നമ്മൾ ഇനി ഹോട്ടലിലോട്ടാണ് ഡയറക്റ്റ് പോകുന്നത്. ഇത് അവിടുത്തെ ഒരു കാർ പാർക്കിങ്ങാണ്. എയർപോർട്ടിനാണോ എന്നറിയില്ല, പക്ഷെ നല്ല അടിപൊളി കാർ പാർക്കിങ്ങാണ്. ഇനി നമുക്ക് കുറച്ച് നേരം ഫുക്കറ്റിലെ വ്യൂസ് കാണാം. പോകുന്ന വഴിക്കാണ് ഗൈസ് ഞങ്ങളൊരു സാധനം ശ്രദ്ധിച്ച്, എവിടെ നോക്കിയാലും കഞ്ചാവിൻ്റെ കട, പരസ്യമായിട്ട് കഞ്ചാവിൻ്റെ കട. ഇതാണ് അവിടുത്തെ ടാക്സി, ബ്ലൂ യെല്ലോ റെഡ് അങ്ങനത്തെ കളറിൽ. പിന്നെ ഇത് കുറച്ച് ഏരിയയൊക്കെ നമ്മുടെ നാട് പോലെ തന്നെ തോന്നി, കുഞ്ഞു കുഞ്ഞു വീടുകൾ, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ കാണുന്ന വണ്ടിയിലാണ് ഫുൾ ട്രാവൽ ചെയ്തത്, ടൊയോട്ട വെൽഫെയറിൽ. നമ്മൾ നാട് വിട്ട് പോയ ഒരു ഫീലിൽ ഫുൾ ഗ്രീനറി ടൈപ്പ് ആയിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ ഒരു പാലം ഉണ്ടായിരുന്നു കുറേ സൈഡിൽ, ജസ്റ്റ് വാക്ക് വേ ആയിട്ട് മേളിൽ കൂടെ റോഡ് ക്രോസ് ചെയ്യാൻ. അമ്പലങ്ങളുണ്ടായിരുന്നു. ഇതും അതുപോലത്തെ ഒരു മേളിൽ കൂടെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല കളറിന്, റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, പിന്നെ മലകളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാടിൻ്റെ ഒരു ഫീലായിരുന്നു, ഫുൾ ഗ്രീനറി ഒക്കെ വെച്ച്. അങ്ങനെ നമ്മൾ പെറ്റോങ് സിറ്റിയിലെത്തി. അവിടെയാണ് നമ്മുടെ ഹോട്ടൽ. നമ്മുടെ ഹോട്ടലിൻ്റെ പേര് സവാദി പെറ്റോങ് റിസോർട്ട് ആൻഡ് സ്പാ എന്നാണ്. അവിടെ എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ ഒരു വണ്ടി ഇട്ടിട്ടുണ്ട്. ഇത് അവരുടെ ടുക്ടുക്കാണോ എന്നറിയില്ല, ജസ്റ്റ് അവിടെ തന്നെ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞ് അമ്പലം ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ. ഇതായിരുന്നു അവരുടെ ഫ്രണ്ട് വ്യൂ. ജസ്റ്റ് എൻട്രൻസിൻ്റെ അവിടെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബാർ കൗണ്ടർ ഉണ്ട്. ഇതാണ് കാണുന്ന ബാർ കൗണ്ടർ. നന്നായിട്ട് ഗ്രീനറി ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ചെറിയ ഹോട്ടലായിട്ട് തോന്നും, പക്ഷേ ഉള്ളിൽ ഫസ്റ്റ് സ്വിമ്മിംഗ് പൂൾ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലായിരുന്നു 2 ഫാമിലി. അവർക്ക് കുട്ടികളുള്ളതുകൊണ്ട് അവർക്ക് താഴെയായിരുന്നു. പിന്നെ ഈ പോകുന്ന വഴിക്കാണ് നമുക്ക് ബാക്കിയുള്ള 2 ഫാമിലിക്കുള്ള റൂമും കാര്യങ്ങളും. ഈ പോകുന്ന വഴിക്കുണ്ട് ഒരു സ്വിമ്മിംഗ് പൂൾ കൂടെ. രണ്ട് വിങ്സ് ആയിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തേക്കുന്നത്, നോർത്ത് സൗത്ത് അങ്ങനെയൊക്കെ. അപ്പം നമ്മുടെ സൗത്ത് വിങ് ആയിരുന്നു, അതിലും ഉണ്ടായിരുന്നു സ്വിമ്മിംഗ് പൂളും. നമ്മൾ പിന്നെ ലിഫ്റ്റ് കയറി ഇനി റൂം ടൂർ കാണിച്ചു തരാം. മെയിൻ അട്രാക്ഷൻ നമുക്ക് ബാൽക്കണി. ഹായ്, ബാൽക്കണിയിലാരോ. ഹലോ, ബാൽക്കണിയിലെന്താ? അമ്പോ, നമ്മൾ മൂന്നാർ എത്തിയും തോന്നുന്നില്ലേ കണ്ടിട്ട്.
കണ്ടിട്ട് കേരളം പോലെ തന്നെ ഉണ്ട്. മൂന്നാറൊക്കെ വന്ന പോലെ. മൂന്നാറ് തമിഴ്നാട് ഏരിയ, റോഡൊക്കെ തമിഴ്നാട് ഏരിയ, പാലക്കാട് തമിഴ്നാട് ഏരിയ, സ്ഥലങ്ങളൊക്കെ. അങ്ങനെ നല്ലൊരു മഴ കിട്ടി. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വന്നു. സാലഡ്സും ചിക്കൻ വിങ്സും ഒക്കെയാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ വിങ്സൊക്കെ ഭയങ്കര കട്ടിയായിരുന്നു. ചിക്കനൊക്കെ പറിച്ചെടുക്കാൻ ഭയങ്കര കട്ടി. പിന്നെ അതോടെ തന്നെ സലാഡ് വായി വയ്ക്കാൻ കൊള്ളില്ലായിരുന്നു. പിന്നെ എല്ലാവരും പറയുന്നു, നമ്മളും പോയി 7-Eleven അവിടെയൊക്കെ നമ്മുടെ നാട്ടിലെ ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര വിലയാണ്. 4 കഷ്ണം ചക്കയ്ക്കൊക്കെ അവിടുത്തെ 67-80 ബാത്തൊക്കെയാണ്. നാട്ടിലെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറേ വരും. ഡബിളും പിന്നെ ഹാഫും അങ്ങനത്തെയൊക്കെ രീതിയിൽ വരും. എന്തായാലും അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് റൂമിൽ പോയി റെസ്റ്റ് എടുത്ത് ഒന്ന് ഉറങ്ങി. നമ്മൾ നൈറ്റ് ലൈഫ് ആഘോഷിക്കാൻ പോയി. മീൻസ് നമ്മളവിടെ പെട്ടോങ് ബീച്ചിൽ പോയി. അതിൻ്റെ വീഡിയോസ് ഇനിയും കാണാം. ഫുൾ പെട്ടോങ് ബീച്ചുണ്ട്. ശരിക്കും ആ മാർക്കറ്റ് ബാംഗ്ല മാർക്കറ്റാണ്. അതിൽ കൂടെ നമ്മൾ നേരെ പട്ടോങ് ബീച്ചിലാണ് എത്തുന്നത്. നമ്മൾ പിന്നെ ബീച്ചൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് പുതിയ കൗതുകമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ ഇവിടെ നോർത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ട് അവർക്ക് ബീച്ചൊക്കെ ഭയങ്കര ഇതാണ്. അവരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമ്മളവിടെ പോസ്റ്റ് അടിച്ച് പിന്നെ അവിടെ പടക്കമൊക്കെ പൊട്ടി എന്തിൻ്റെയാണെന്നൊന്നും അറിയില്ല. അതൊക്കെ ഞങ്ങൾ ക്യാപ്ചർ ചെയ്ത് വ്യൂ ഒക്കെ കുറച്ച് നേരം കണ്ടിട്ട് നേരെ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും കണ്ടു കഞ്ചാവിൻ്റെ കട. ഇതൊക്കെ ഇവിടെ കോമൺ ആണെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ കണ്ടത് ഈ ചേച്ചി സ്കോർപ്പിയൻ വറുത്ത് കരിച്ച് വെച്ചേക്കുന്ന സ്കോർപ്പിയൻസ് ഞങ്ങൾ കണ്ട്. അത് എന്തോ അവിടുത്തെ 200 ബാത്തിന് ഒരെണ്ണം വിൽക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ 500 രൂപയ്ക്ക്. ഞങ്ങൾ കഴിക്കാറില്ലാത്തത് ഞങ്ങൾ കഴിച്ചില്ല. നേരെ നമ്മൾ ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് സാധാരണ നോർമൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ ഫുഡ്. പിന്നെ പിള്ളേർ കുറച്ച് ഷൂട്ടിങ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ വെറൈറ്റി കടകളുണ്ടായിരുന്നു. ഫുൾ ടൈഗറിൻ്റെ ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ്, വെറൈറ്റി വണ്ടികൾ കണ്ടു. എന്നിട്ട് നമ്മൾ നേരെ റൂമിൽ വന്ന് കിടന്നു. കാരണം നെക്സ്റ്റ് ഡേ നമുക്ക് ഫിഫിയിൽ പോകാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഫസ്റ്റ് ഡേ വീഡിയോ. താങ്ക് യു. വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ.